വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണം. 20-ാം ദിവസം. ജീവന്റെ കാവലാളായ യൗസേപ്പ്. ദൈവവചനം: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ധ്യാനം: ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ജീവന്റെ ശുശ്രൂഷകരാണ് നാം. അമൂല്യമായ ഈ ദാനത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടവർ. ദൈവത്തിന് മാനവരാശിയുടെ മേലുള്ള പ്രതീക്ഷ ഇനിയും നഷ്ടമായിട്ടില്ല എന്നതിൻ്റെ അടയാളമാണല്ലോ പിറന്നു വീഴുന്ന ഓരോ ശിശുവും. എന്നാൽ തിന്മയുടെ വേലിയേറ്റത്തിൽ ഒരു മരണസംസ്കാരം നമുക്ക് ചുറ്റും ഇന്ന് വ്യാപിക്കുന്നു. ജീവനെ ആദരിക്കാത്ത സംസ്കാരങ്ങൾ നശിക്കാൻ കാലതാമസം വേണ്ടിവരില്ല എന്നോർക്കാം. ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഇടം സ്ത്രീയുടെ ഗർഭപാത്രമാണല്ലോ. അമ്മ സ്വീകരിക്കുന്ന പ്രാണൻ ശ്വസിച്ചും കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ സ്വീകരിച്ചും വളരുന്ന സമയം. എന്നാൽ ഗർഭസ്ഥ ശിശുക്കൾ ഭീഷണിയായി തോന്നുന്ന ഒരമ്മയും കുഞ്ഞിനെ സ്വാഗതം ചെയ്യാൻ ആളില്ലാതെ വരുന്ന ഒരു സമൂഹവും നമ്മെയെല്ലാം ഭയപ്പെടുത്തുന്നില്ലേ? അതെ, ജീവനെതിരെയുള്ള ഏതൊരു നടപടിയും, പ്രത്യേകിച്ച് പ്രതികരിക്കാൻ ഒരു ശേഷിയുമില്ലാത്ത ഗർഭസ്ഥ ശിശുക്കൾക്കെതിരെയുള്ള കയ്യേറ്റവും മനുഷ്യകുലത്തിന് ഏൽപ്പിക്കുന്ന പരിക്ക് എത്രയോ ആഴമുള്ളതാണ്. പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിനെയും അവൻ്റെ അമ്മയെയും രക്ഷിക്കുവാനുള്ള തത്രപ്പാടിൻ്റെ കഥയാണ് യൗസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം. മറിയത്തിൻ്റെ ഉദരത്തിൽ ജന്മമെടുത്ത ദിവ്യശിശുവിനെ പരിചരിക്കാനായിരുന്നു ജീവിതം മുഴുവൻ അവൻ അർപ്പിച്ചത്. സന്തോഷത്തിൻ്റെ വാർത്തയാണ് ഓരോ കുഞ്ഞിൻ്റെയും ജനനം. ഈശോയുടേതാകട്ടെ മാനവരാശിക്ക് മുഴുവൻ സന്തോഷത്തിൻ്റെ സത്വാർത്തയാണ്. എന്നിട്ടും കുഞ്ഞിനെതിരെ കലിയിളകി ഇറങ്ങി ഹെറോദോസും അവൻ്റെ പട്ടാളവും. അന്ന് പല കുരുന്നു ജീവനുകളും കൊല്ലപ്പെട്ടു. പലരുടെയും തലമുറകൾ അതോടെ അവസാനിച്ചു. ദൈവദൂതൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ദിവസങ്ങൾ നീണ്ട യാത്രയും പട്ടിണിയും അലച്ചിലും ആകുലതയും എല്ലാം ജീവൻ സംരക്ഷിക്കാനായിരുന്നു. ജീവന് നാം കൽപ്പിക്കുന്ന വിലയനുസരിച്ച് മാത്രമേ ജീവന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയൂ. ഏതാനും നിഷ്കളങ്ക ശിശുക്കളുടെ ദീനരോദനമാണ് അന്ന് ബെത്ലഹേമിലും സമീപ പ്രദേശങ്ങളിലും ഉയർന്നത് എങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് ഉദരശിശുക്കളുടെ നിശബ്ദരോദനമാണ് ഓരോ ദിവസവും ഭൂമിയിൽ നിന്ന് ഉയരുന്നത്. ജീവന് നേരെയുള്ള ഈ കടന്നുകയറ്റം ഞങ്ങളെ എത്ര കണ്ട് ദുർബലമാക്കുമെന്ന് ആര് ഞങ്ങളെ പഠിപ്പിക്കും? വന്ധ്യനായ യൗസേപ്പ് പിതാവേ, നീ ജന്മം നൽകിയ ഒരു ശിശുവിന് വേണ്ടിയായിരുന്നില്ലല്ലോ ഇത്രയധികം ക്ലേശങ്ങൾ നീ സഹിച്ചത്. ദൈവസുതനെ ദൈവം തന്നെ കാത്തുകൊള്ളട്ടെ എന്ന് നിനക്ക് പറയാമായിരുന്നു. ദൈവദൂതൻ്റെ സന്ദേശങ്ങളെ അവഗണിക്കാമായിരുന്നു. കുഞ്ഞിൻ്റെ പ്രാണൻ സൂക്ഷിക്കാൻ പരദേശിയെപ്പോലെ വലഞ്ഞപ്പോൾ പ്രതീക്ഷ കൈവിട്ട് കളയാമായിരുന്നു. ഒട്ടേറെ ചോദ്യങ്ങൾ ദൈവത്തിന് നിത്യകന്യകയായ മറിയത്തിനുമെതിരെ ചോദിക്കാമായിരുന്നു. എന്നാലും ഓ മഹനീയ പിതാവേ, ഒരു പിതാവായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സ്വന്തം ജീവൻ നൽകിയ മറ്റുള്ളവരുടെ സംരക്ഷകരായി എങ്ങനെ മാറണമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു. ഗർഭസ്ഥ ശിശുക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നതിൽ മത്സരമാണ് ഇന്ന് ലോകത്തിൽ. ആധുനിക ജീവിതത്തിന് കുഞ്ഞുങ്ങൾ തടസ്സമെന്ന ധാരണ പ്രബലമാകുന്നു. വിവാഹേതര ബന്ധത്തിൽ പിറക്കുന്ന കുഞ്ഞിനെ സംരക്ഷിക്കണമോ? സ്വാഗതം ചെയ്യാൻ ആളില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കണമോ? വഞ്ചിക്കപ്പെട്ട ബന്ധത്തിൽ രൂപമെടുത്ത കുരുന്നു ജീവനെ കാക്കണമോ? സമൂഹത്തിനും കുടുംബത്തിനും ബാധ്യതയായേക്കുമെന്ന് ആശങ്കയുള്ള കുഞ്ഞിനെ സ്വീകരിക്കണമോ? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾക്കിടയിൽ ജീവൻ എളുപ്പം നശിപ്പിക്കപ്പെടുന്നു. ദൈവം നൽകുന്ന ജീവൻ്റെ നാമ്പുകളെ അവയുടെ ആദ്യ സമയം മുതൽ പരിരക്ഷിക്കുവാനുള്ള വിവേകം യൗസേപ്പിൽ നിന്ന് നമുക്കും സ്വീകരിക്കാം. പ്രാർത്ഥന. ജീവൻ്റെ കാവലാളായ വിശുദ്ധ യൗസേപ്പേ, ജീവനെ നശിപ്പിച്ചും അതിനായി കൂട്ടുനിന്നും മുറിവേറ്റ ഒരുപാട് ജീവിതങ്ങളുണ്ട് ഞങ്ങൾക്കിടയിൽ. ജീവസംരക്ഷണത്തിൻ്റെ ദൂതരാക്കി ഞങ്ങളെ മാറ്റണമേ. ആമേൻ.